ഐറ്റം. ഇന്നത്തെ ഓട്ടം തുള്ളലിനെ പറ്റി നമ്മുടെ പ്രോഗ്രാം ഷീറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കഥാസാരം ഒന്ന് ചുരുക്കി പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലെ ഏത് എപ്പിസോഡ് എടുത്താലും അത് ആദ്യാവസാനം വരെ ബന്ധമുള്ളതായിരിക്കും. മഹാഭാരതത്തിലെ ഈ ചെറിയൊരു എപ്പിസോഡായ കല്യാണ സൗഗന്ധികത്തിനും ആ ബന്ധമുണ്ട്. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് പാഞ്ചാലിക്ക് ഒരു അപൂർവ പുഷ്പം കിട്ടി. വൈഷ്ണവന്റെ പൂങ്കാവനത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പുഷ്പം പാഞ്ചാലിക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാൻ വേണ്ടി ഭീമൻ പുറപ്പെടുന്നു. പോകുന്ന വഴി ചിരഞ്ജീവിയായ ഹനുമാൻ വസിക്കുന്ന കദളി വനത്തിലെത്തുന്നു. ശക്തനും ഗംഭീരനുമായ ഭീമൻ തന്നെ അനുജനാണെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഭീമനെ പരീക്ഷിക്കാൻ തന്റെ അനുഗ്രഹവും ശക്തിയും ഭീമനും പ്രസാദമായി നൽകുവാൻ ഒരുങ്ങുന്നു. അതിനായി അദ്ദേഹം ഒരു കുരങ്ങന്റെ വേഷത്തിൽ വഴിമുടക്കി കിടക്കുന്നതാണ് കഥ. ഈ ജ്യേഷ്ഠാനുജ സംഗമം അടുത്തു തന്നെ നടക്കാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ശ്രീ ഹനുമാന്റെ അനുഗ്രഹവും മനസാസിദ്ധിയും ഉണ്ടാവാൻ ഒരുക്കുന്നു. 2.5 മണിക്കൂർ നീളമുള്ള കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഈ കഥ ഞങ്ങൾ 10-20 മിനിറ്റിനുള്ളിൽ ചുരുക്കി അവതരിപ്പിക്കുന്നു. ഭീമൻ കാട്ടിൽ കൂടെ കദളി വനത്തിലെത്തി ഹനുമാനെ കണ്ട് ഹനുമാന്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന വരെയുള്ള ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓട്ടം തുള്ളൽ വേഷമിടുന്നത് മുരളി നാരായണൻ, തേൻപാട്ട് പാടുന്നത് രാധാകൃഷ്ണൻ, തേൻപാട്ട് പാടുന്നത് തിലനും രാജീവും ചേർന്നാണ്. മൃദംഗം രാധാകൃഷ്ണൻ. അപ്പോൾ ഓട്ടം തുള്ളി അടുത്തത്.